കൊടിക്കുന്നിലിനെ തഴഞ്ഞ് പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മഹ്താബിയെ നിയമിച്ചത് വിവാദത്തിൽ. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. തിങ്കളാഴ്ച 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് പുതിയ വിവാദം. ഇതിന് മുന്നോടിയായാണ് പ്രോടൈം സ്പീക്കറായി BJP ഭർതൃഹരി മെഹ്താബിനെ നിയമിച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് എക്സിലൂടെ നിയമനത്തെക്കുറിച്ച് അറിയിച്ചത്. മുൻ BJD നേതാവായ ഭർതൃഹരി മെഹ്താബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് BJPയിലെത്തിയത്. 7 തവണയായി MP-യാണ്. ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിക്കുന്നതും പുതിയ MP-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും പ്രോടൈം സ്പീക്കറാണ്. സാധാരണ പാർലമെന്റിലെ മുതിർന്ന അംഗത്തിനാണ് ഈ ചുമതല നൽകുന്നത്. നിലവിൽ 8 തവണ MP-യായ കൊടിക്കുന്നിൽ സുരേഷാണ് ലോക്സഭയിലെ മുതിർന്ന അംഗം. എന്നാൽ കൊടിക്കുന്നിലിനെ നിയമിക്കാതെ കീഴ്വഴക്കം മറികടന്നാണ് BJPയുടെ പുതിയ നീക്കം. രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വന്നതിന് പിന്നാലെ നിയമനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. സഭയിലെ മുതിർന്ന ദളിത് MP-യായ കൊടിക്കുന്നിലിനെ തഴഞ്ഞത് എന്തിനാണെന്നും മന്ത്രിയുടെ ഉദ്ദേശമെന്താണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. കേന്ദ്ര സർക്കാർ കീഴ്വഴക്കം ലംഘിച്ചതായും 2014 പോലും കോൺഗ്രസിലെ മുതിർന്ന MP കമൽനാഥിനെ പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുത്തിരുന്നുവെന്നും കൊടിക്കുന്നിൽ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.